പുല്ലേ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ സിനിമയിലെ പറ്റത്തുള്ളൂ, ജീവിതത്തിലും രാഷ്ട്രീയത്തിലും പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ സുരേഷ് ഗോപി ഇമ്മിണി സമയമെടുത്തു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അതിന് മന്ത്രിക്കുപ്പായം വലിച്ചൂരി കളയുമെന്നൊക്കെ ഡയലോഗ് സിനിമയിൽ അടിച്ചാൽ ഒരുപക്ഷെ കയ്യടി കിട്ടുമായിരിക്കും. എന്നാൽ ജീവിതത്തിൽ കൂകി വിളിക്കും. ഏക BJP MP പോരാത്തതിന് മലയാള സിനിമയുടെ താരനക്ഷത്രം. അതുകൊണ്ട് തന്നെ BJP തലയിലെടുത്ത് വെക്കുമെന്ന ധാരണ പാടെ ഇല്ലാതായതോടെ സുരേഷ് ഗോപി തന്റെ ഭരത് ചന്ദ്രൻ IPS കുപ്പായമൊക്കെ അഴിച്ചുവെച്ച പച്ച മനുഷ്യനായിരിക്കുകയാണ്. കൺട്രോള് പോയി മാധ്യമ പ്രവർത്തകരെ തള്ളിയിട്ടതും ആക്രോശിച്ചതും എല്ലാം കയ്യിലൊതുങ്ങില്ല എന്ന് കണ്ടപ്പോൾ താൻ ഒരു പച്ച മനുഷ്യനാണ്, ചിലപ്പോൾ ദേഷ്യം വരും എന്നായി സുരേഷ് ഗോപി. താൻ ആക്ഷൻ ഹീറോ അല്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞയാള് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് കൊടി പിടിച്ച് നടത്തിയ ആ നാടകം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പിന്നെ MP ആയതിനു ശേഷം നടത്തിയ ഡയലോഗുകളും ഏതോ മനോരഥത്തിൽ സഞ്ചരിച്ച സുരേഷ് ഗോപിയുടേതായിരുന്നു. മനോരമ ന്യൂസ് കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്ന അദ്ദേഹം ചടങ്ങിലെ മുഖ്യ അതിഥിയുമായിരുന്നു. മാറ്റമുണ്ടാക്കുന്നവർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു കോൺക്ലേവിന്റെ ചർച്ചാ വിഷയം. മാറ്റത്തെക്കുറിച്ച് സംസാരിച്ച സുരേഷ് ഗോപി തന്റെ ജീവിതത്തിലെ ആദ്യത്തെ കോൺക്ലേവ് ആണിതെന്നും തന്റെ ജീവിതത്തിലെ വലിയ മാറ്റമാണ് ഇതെന്നും പറഞ്ഞു. 2014 രാജ്യത്ത് സംഭവിച്ച മാറ്റം ഇന്ന് വലിയ മാറ്റത്തിന്റെ കൊടുംകാറ്റായി ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെന്നും അതിൽ താൻ ഏറെ സന്തോഷവാനാണെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെ മാറ്റിയെന്ന മോദി ഉണ്ടാക്കിയെടുത്ത പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കണക്കുകൾ നിരത്തിയാൽ സുരേഷ് ഗോപി വാ അടച്ച് മിണ്ടാതിരിക്കേണ്ടി വരും. മാധ്യമ പ്രവർത്തകരുടെ ശബ്ദത്തെ താൻ ജനങ്ങളുടെ ശബ്ദമായി കാണുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഒന്ന് തോളിൽ കൈയിട്ടതിന് ഏറിൽ കയറിയത് അത്ര പെട്ടെന്ന് മറന്നു കാണില്ല. മന്ത്രിയാണെങ്കിലും മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനല്ല താനെന്നും സിനിമ വിടില്ല എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. തന്റെ സിനിമകൾ പൂർത്തിയാക്കാൻ അനുവാദം കൊടുക്കാതിരുന്ന അമിത്ഷായോട് പരസ്യമായി പോര് വിളിച്ചത് നിങ്ങൾ മറന്നുവെങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല. സിനിമയില്ലെങ്കിൽ ചത്തുപോകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ എന്നാ ആ മന്ത്രി കസേര മറന്നേക്കൂ എന്നാണ് അമിത്ഷാ വിധി എഴുതിയത്. എന്നാൽ ഇതോടെ സുരേഷ് ഗോപി പാർട്ടി നേതൃത്വവുമായി ഉടക്കുകയും ചെയ്തു. എല്ലായിടത്തും അഭിപ്രായങ്ങൾ വാരിവെതിറാൻ താൻ സത്യത്തിനും നീതിക്കും ഒപ്പം എന്ന് പറഞ്ഞു നടന്ന സുരേഷ് ഗോപിയെ വെറും ഗോപിയാക്കി മാറ്റിയത് BJP ആണ്. BJPക്ക് കേരളത്തിൽ ഒരു താമര വിരിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് സുരേഷ് ഗോപിയുടെ ജനപ്രീതി മുതലെടുത്ത് കരുവാക്കിയെന്ന് മാത്രം. സത്യം പറഞ്ഞാൽ മോദി അമിത്ഷായൊക്കെ പറയുന്നത് കേട്ട് താളം തുള്ളുന്ന ഒരു പാവയെ മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇതൊന്നും അറിയാതെ കേരളത്തെ ഇപ്പോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ കൊടിയം പൊക്കി പിടിച്ച സുരേഷ് ഗോപി നടന്നതൊക്കെ വെറുതെ ആയിരുന്നു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ അമ്മയാണെന്ന് പറഞ്ഞത് മുതൽ സിനിമയിൽ അഭിനയിക്കണമെന്ന വിഷയത്തിൽ വരെ സുരേഷ് ഗോപി BJPക്ക് എടുത്താ പൊങ്ങാത്ത മാറാപ്പായി മാറി. ഇക്കണക്കിന് ധാർഷ്ട്യം കൊണ്ട് നടന്നാൽ ചെവിക്ക് പിടിച്ച് അമിത്ഷാ സുരേഷ് ഗോപിയെ പുറത്തിടും.